പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവജനമായിട്ടായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ആരാധിക്കുക എന്ന് പറയുന്നത് നമ്മൾ സർവ്വസാധാരണമായി കേൾക്കുന്ന ഒരു വാക്കാണ്, ഭാഷയാണ്. ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് ആരാധന, ദൈവത്തിന് അർഹിക്കുന്ന ആരാധന കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യത്തോടെ പല സ്ഥലങ്ങളിലും, പല ആരാധന സ്ഥലങ്ങളിലും വളരെ പ്രാധാന്യത്തോടെ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പൊ അവിടെ അർത്ഥമാക്കുന്നത് ഈ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് നൽകേണ്ടതാണ്, ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് കിട്ടുന്നൊരു അറിവിതാണ് ദൈവത്തിന് സംതിങ് നമ്മൾ കൊടുക്കുന്നു. അത് നമ്മുടെ ആരാധനയായിരിക്കാം, സ്തുതിയായിരിക്കാം, ബഹുമാനമായിരിക്കാം, അർപ്പണങ്ങളായിരിക്കാം. അതിനൊക്കെ ആരാധന എന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് പഴയ നിയമത്തിൽ അവിടെ ആരാധന എന്ന് കാണുന്നിടത്തെല്ലാം യാഗത്തോട് ചേർന്ന് നിൽക്കുന്നു. യാഗവും ആരാധനയും ഒരുമിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആരാധന യാഗത്തോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് നമ്മൾ അവിടെ കാണുമ്പോൾ, അപ്പൊ അവിടെ ആരാധനയുടെ പ്രാധാന്യം കൊടുക്കുന്നതിലാണ് എന്ന് നമുക്ക് പഴയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവർ ഇസ്രായേല്യർ. അവര് ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ അത് റോമാലേഖനം 6-ാം അധ്യായത്തില് അത് 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അത് വ്യക്തമായി പറയുന്നു. അതിങ്ങനെയാണ് പറയുന്നത്, അവർ ഇസ്രായേലിൽ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളൂ. അപ്പൊ ഇവിടെ ആരാധനയും അവർക്കുള്ളതായിട്ടാണ് പറയുന്നത്. അപ്പൊ അവർക്ക് മാത്രമേ ആരാധിക്കാൻ സ്വാതന്ത്ര്യമുള്ളൂ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അവിടെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആരാധന എന്ന് പറയുന്നത് അവർ ആ കാലങ്ങളിൽ അർപ്പിച്ചിരുന്ന യാഗവും ആ യാഗത്തിന്റെ പ്രാധാന്യവും യാഗത്തിന്റെ ചട്ടവട്ടങ്ങളും നിയമങ്ങളും എല്ലാം അറിയാവുന്ന ഒരു കൂട്ടം ഇവര് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും അറിയില്ല. വേറെ ആർക്കും ഈ ആരാധന അല്ലെങ്കിൽ യാഗം എങ്ങനെയാണ് അർപ്പിക്കേണ്ടത്, യാഗത്തിന്റെ പ്രത്യേകത എന്താണെന്നും വേറെ ആർക്കും അതിനുള്ള ഒരു എന്താ പറയുന്നത് അതെങ്ങനെ ചെയ്യണമെന്നുള്ള അറിവ് അവർക്ക് ആർക്കും. അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങൾ ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ ആരാധിക്കാനുള്ള ഫ്രീഡം ആർക്കും. അപ്പൊ ആരാധന അവർക്കുള്ളത് എന്നാണ് ഇവിടെ വചനത്തിൽ പറയുന്നത്. അപ്പോഴങ്ങനെ ഈ ആരാധന അവര് അർഹിക്കുന്നത് പോലെ ദൈവത്തിന് കൊടുക്കാനായിട്ടുള്ള അവരുടെ ശ്രമം അവര് അവിടെ പരാജയപ്പെട്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നമുക്കറിയാം, അവരുടെ ആരംഭകാലത്തെ ആരാധന അബ്രഹാം ദൈവത്തിന് യാഗം അർപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ അബ്രഹാം ദൈവത്തിന് യാഗം അർപ്പിച്ചതിനെ നമ്മൾ കാണുന്ന സ്ഥലത്ത് ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഒരു വലിയൊരു ഉടമ്പടിയും മാത്രമല്ല, ദൈവം ഇസഹാക്കിനോട് ചെയ്യുന്ന ഉടമ്പടിയൊക്കെ നമുക്ക് ആ മോറിയ മലയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ യാഗം അർപ്പിച്ചിടത്തെല്ലാം ദൈവവുമായിട്ടൊരു സംഭാഷണം നമുക്ക് കാണാൻ സാധിക്കും. നോഹ ദൈവത്തിന് യാഗം അർപ്പിച്ച സ്ഥലത്ത് ദൈവവും നോഹയുമായിട്ടുള്ള സംഭാഷണം നമുക്ക് കാണാനായിട്ട്. അപ്പൊ ഇനിമേൽ ഞാൻ ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കത്തില്ല എന്നൊക്കെ ദൈവം നോഹയോട് ഉടമ്പടി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ ഈ അബ്രഹാമിന്റെ കാലത്തോ നോഹയുടെ കാലത്തോ ഈവൻ നമ്മൾ കാണുന്ന ഹാനോക്കിന്റെയും കായിന്റെയും കാലത്ത് പോലുമുള്ള യാഗങ്ങളിലും ആബേലിന്റെയും കായിന്റെയും പോലുള്ള യാഗം ആ കാലഘട്ടത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആ യാഗങ്ങളിലൊക്കെയും ദൈവവുമായിട്ടുള്ള സംഭാഷണം, അതായത് ദൈവം മനുഷ്യരോട് ഇടപെടുന്ന ഒരു മൊമെന്റ് ആയിട്ട് ആ യാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ യാഗങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ആ യാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ്, ശ്രദ്ധ എന്ന് പറയുന്നത് അവര് അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾക്കോ അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്കോ സ്ഥലത്തിനോ യാഗ വസ്തുവിനോ അല്ലെങ്കിൽ ആ യാഗം അർപ്പിക്കുന്ന വ്യക്തിക്ക് പോലും അവിടെ ഒരു പ്രാധാന്യം പറയാൻ കഴിയുന്നില്ല. കാരണം ഒരു പുരോഹിതനായ അബ്രഹാം അല്ല, പുരോഹിതനായ നോഹയല്ല, പുരോഹിതനായ ആബേൽ അല്ല. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ സ്ഥാനം ഒന്നുമല്ലായിരുന്നു അവിടെ പ്രസക്തി.
അവിടെ യാഗത്തോട് ചേർന്ന ദൈവമായിട്ടൊരു ബന്ധവും ദൈവം യാഗത്തെ പ്രസാദിക്കുന്നതും യാഗത്തിലൂടെ ദൈവമായിട്ടുള്ളൊരു ഇന്റിമസി നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയത്തിനകത്ത് യാഗം, അതാ അവരുടെ യാഗത്തിന് അത്രത്തോളം പ്രാധാന്യമായിട്ട് നമുക്കറിയാം. ഇസഹാക്കും യാക്കോബും ഒക്കെ യാഗം അർപ്പിച്ചപ്പം ആ യാഗത്തില് അവര് അതുവരെ ഉണ്ടായിരുന്ന കർത്താവിനോടുള്ള ബന്ധത്തിൽ നിന്ന് കുറച്ചുകൂടെ അടുത്തൊരു പടിയിലേക്ക് മാറുന്നത് മാത്രമല്ല, ആ യാഗങ്ങൾ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ തന്നെ മാറ്റിമറിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ യാഗത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അങ്ങനെ യാഗത്തെ അല്ലെങ്കിൽ ആരാധനയെ അത്രത്തോളം പ്രാധാന്യത്തോട് കണ്ട ജനം 430 വർഷം മിസ്രൈമിൽ അടിമകളായിട്ട് കഴിഞ്ഞപ്പോൾ അവരിതെല്ലാം മറന്നുപോയി. അവർ മറന്നുപോയി എന്ന് മാത്രമല്ല, അവർ ആ ദേശത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുന്നവരായിട്ട് മാറി. അപ്പൊ അതുകൊണ്ടാണ് മോശ സീനായ് മലയിൽ കയറിപ്പോയി വരാൻ വൈകിയപ്പോ ഉടൻ തന്നെ അവർ പറഞ്ഞത്, ഞങ്ങൾക്കൊരു നായകനെ, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കാരണം അവിടെ അഹരോൻ കൊണ്ടുവന്ന് നിർത്തിയതിനെ കണ്ട ഉടനെ അവർ പറഞ്ഞു, ഓക്കെ, ഇത് ഞങ്ങളുടെ ദൈവം. കാരണം അവരുടെ കഴിഞ്ഞ 430 വർഷത്തെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ളവരുടെ കാഴ്ചപ്പാടെ മാറിപ്പോയി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവർക്ക് ദൈവം മലയിൽ നിന്ന് സീനായ് മലയിൽ നിന്ന് ഇറങ്ങി വന്ന മോശ പ്രമാണങ്ങളെല്ലാം കൊടുത്തു. ഈ പ്രമാണങ്ങളും ഒക്കെ ആയിട്ട് അവർ നടക്കും. ആ പ്രമാണങ്ങളുടെ വ്യവസ്ഥയിലാണ് യാഗം അർപ്പിക്കുന്നത്. നമുക്കറിയാം, സമാഗമന കൂടാരം ഉണ്ടാക്കി ആദ്യം യാഗം അർപ്പിച്ചപ്പോ കർത്താവിന്റെ തേജസ് മേഘം പോലെ ഇറങ്ങി വന്നു. ആളുകൾ ഭയന്നോടിപ്പോയി. അവരുടെ കൂടാരത്തിൽ പോയി നിന്നു. പിന്നെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇതാണ്, മോശയ്ക്ക് പോലും സമാഗമന കൂടാരത്തിൽ നിൽക്കാൻ കഴിയാതോണം തേജസ് അതിനകത്ത് ഇറങ്ങി. അപ്പോൾ ഈ ആരംഭകാലത്ത് യാഗം എന്ന് പറയുന്നത് ഒരു ചടങ്ങിന് അതീതമായി ദൈവവും മനുഷ്യനും തമ്മിൽ, കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ സ്വർഗവും ഭൂമിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരുന്നു യാഗം. അപ്പൊ അത്രത്തോളം യാഗത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷെ സ്ലോലി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, പിന്നത്തേതില് അവർക്ക് ദൈവം ഈ പ്രമാണങ്ങൾ കൊടുത്തു. ഒരു യാഗം അർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആ ദൈവം കൊടുത്ത പ്രമാണത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ടായിരുന്നു അവരുടെ കാര്യങ്ങളെല്ലാം അവർ ചെയ്തുകൊണ്ട്. അങ്ങനെ പ്രമാണത്തിന് വിധേയപ്പെട്ട ഒരു കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് പിന്നെ കാണാൻ സാധിക്കും. അപ്പോഴങ്ങനെ പ്രമാണങ്ങൾക്ക് വിധേയപ്പെട്ട ഒരു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്, ആ പ്രമാണങ്ങളൊക്കെ അവര് വളരെ ശ്രദ്ധയോടെ പാലിക്കാനായിട്ട് ശ്രമിക്കുന്നവരായിട്ട്. അങ്ങനെ അതിനെ വളരെ ശ്രദ്ധയോടെ അവർ പാലിക്കുന്ന ആ സമയത്ത് അവരുടെ മേൽ അവരറിഞ്ഞോ അറിയാതെയോ ഒരു മതപരമായ ചടങ്ങ് എന്ന് പറയുന്ന നിലയിലേക്ക് യാഗം മാറി. അതിനു മുമ്പ് അവർക്ക് യാഗം എന്ന് പറഞ്ഞാൽ അവരുടെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധ്യമാണ്. ഒരു യാഗം അർപ്പിക്കുമ്പോ യാഗത്തിന്റെ പുറത്തെ ദൈവത്തിന്റെ തേജസ്സാണ്, ദൈവം എന്ത് പറയുമെന്ന് കേൾക്കാം, ദൈവത്തിൽ നിന്നും കേൾക്കാം, ദൈവ സാന്നിധ്യം കാണാം, ദൈവ തേജസ് കാണാം. ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് രണ്ട് രീതിയിൽ അതിനെ കാണാൻ പറ്റും. ഒന്ന്, ഒരു കൂട്ടർ ഭയന്നു എന്നാണ്. അപ്പൊ അവർക്ക് ഈ ആരാധനയിൽ അവർക്കുണ്ടായിരുന്ന ആ ദൈവത്തോടുള്ള ബന്ധം ഒരു ഭയം എന്നതിനപ്പുറത്ത് അവര് പോലും അറിയാതെ ദൈവ സാന്നിധ്യത്തെ അത്രത്തോളം സ്വീകരിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് അവരുടെ ജീവിതത്തിൽ മാറിയാകും. എന്നാല് പിന്നത്തതിൽ അവർക്ക് ദൈവം നൽകിയ പ്രമാണം അനുസരിച്ചുകൊണ്ട് അവർ യാഗം അർപ്പിക്കാൻ പോകും. അപ്പോൾ യാഗത്തിന് പ്രാധാന്യം, അത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ചേ അത് നടക്കാവൂ, നിശ്ചയിക്കപ്പെട്ട വ്യക്തികളെ അത് ചെയ്യാവൂ, നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്, വ്യക്തി പ്രാധാന്യമാണ്, സ്ഥലം പ്രാധാന്യമാണ്. ഇതെല്ലാം വളരെ പ്രസക്തമായി മാറിയ ഒരു സമയം. അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്കൊക്കെ അതിന്റെ പ്രസക്തി മാറിപ്പോയി, പ്രസക്തി മറ്റു പലതിലേക്കുമായി തീർന്നൊരു കാലം. അങ്ങനെ മറ്റു പലതിനും പ്രസക്തി വന്നതായ ഒരു കാലഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ യാഗങ്ങൾ അവർക്ക് ദൈവികമായ എക്സൈറ്റ്മെന്റിനപ്പുറത്ത്, സ്പിരിച്വൽ എക്സൈറ്റ്മെന്റിനപ്പുറത്ത്
ആചാരമായി, അല്ലെങ്കിൽ അവരുടെ മത ആചാരമായിട്ട്, അനുഷ്ഠാനമായിട്ട് അത് മാറി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് യാഗമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മ എന്ന് പറയുന്ന കാഴ്ചപ്പാട് മാറിയിട്ട് അവരുടെ ജീവിതത്തിൽ അവരെന്തോ ഒന്ന് ചെയ്തു എന്ന സംതൃപ്തി കണ്ടെത്തുന്ന ഒരു ചടങ്ങായിട്ട് യാഗം മാറി. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ദൈവം നൽകിയ യാഗം, ദൈവം പ്രസാദിച്ചിരുന്നു യാഗത്തിൽ. ആബേലിലും അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. പെട്ടകത്തിൽ നിറങ്ങിയ നോഹ യാഗമർപ്പിച്ചപ്പോൾ ദൈവം പ്രസാദിച്ചു. അപ്പൊ അവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, അഥവാ ദൈവം ഇറങ്ങി വരുന്ന, മനുഷ്യനോടുള്ള ബന്ധം സ്ഥാപിക്കാൻ കർത്താവ് ഇറങ്ങി വരുന്ന ഒരു പോയിന്റ് ആയിട്ട് മാറി സാക്രിഫൈസ്. പക്ഷെ പിന്നത്തതിൽ യാഗം ദൈവത്തെ മുഷിപ്പിക്കുന്നതായിട്ട് മാറി. അങ്ങനെ തന്നെയാ വചനം പറഞ്ഞു, യാഗം കൊണ്ട് നിങ്ങൾ എന്നെ മുഷിപ്പിക്കുക. അങ്ങനെ യാഗങ്ങൾ ദൈവത്തെ മുഷിപ്പിക്കുന്ന തലത്തിലേക്ക് യാഗം മാറിയ ഒരു കാലം. ദൈവം അത് വചനത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞു. പ്രവാചകന്മാരോട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ യാഗങ്ങൾ കൊണ്ട് നിങ്ങൾ എന്നെ മുഷിപ്പിക്കുക. ഇതുവരെ യാഗമെന്ന് പറയുമ്പോൾ ദൈവവും അബ്രഹാമിന്റെ ആ കാലത്തും നോഹയുടെ കാലത്തും പിതാക്കന്മാരുടെ കാലത്തൊക്കെ നടന്ന യാഗം, ആ യാഗം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത ലോകത്തിന് തിരിച്ചറിയത്തക്കൊണ്ട് വെളിപ്പെട്ടിരുന്ന കാലത്ത് നിന്ന് യാഗത്താ ദൈവത്തെ മുഷിപ്പിക്കുന്ന നിലയിലേക്ക് മാറി. കാരണം ആചാരമാണ്, സാന്നിധ്യത്തിനല്ല, തേജസ്സിനല്ല, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനല്ല ഇവിടെ പ്രാധാന്യം. മനുഷ്യൻ ചെയ്യുന്ന ചടങ്ങുകൾക്കും ക്രമങ്ങൾക്കും ആചാരങ്ങൾക്കും നടപടികൾക്കും പ്രാധാന്യം അർപ്പിക്കുകയും ഉത്സവങ്ങളും ആചാരങ്ങളും അവിടെ വരുന്ന ആഘോഷങ്ങളിൽ മതിമറക്കുന്ന നിലയിൽ അവരായിത്തീർന്നു. അതുകൊണ്ട് തന്നെ ദൈവം അവരിൽ പ്രസാദിക്കാത്ത തലത്തിലേക്ക് യാഗങ്ങൾ ആയിത്തീർന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്. 51 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്. അതിന്റെ 16 വാക്യം, 51 സങ്കീർത്തനം 16 വാക്യം, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. അപ്പൊ അവിടെ ദാവീദിന്റെ കാലത്ത് തന്നെ ദാവീദ് പറയുക, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹനനയാഗം ഇന്ന് ഞങ്ങൾ അർപ്പിക്കുന്ന ഹനനയാഗം നിനക്ക് വേണ്ട, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. കാരണം ഇപ്പോഴത്തെ യാഗത്തിന്റെ രീതി അങ്ങനെയായി. യാഗം ദൈവത്തോടുള്ള ബന്ധത്തെ കൂട്ടിയിണക്കുകയും ദൈവ സാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിൽ നിന്ന് യാഗം ചടങ്ങുകളായി മാറി, ആചാരമായി മാറി. ആ ഒരു സാഹചര്യത്തിലേക്കായി തീർന്ന ഒരു അവസ്ഥ. അങ്ങനെ നിൽക്കുന്ന കാലത്ത് കർത്താവ് പറയും, ഹനനയാഗം, ദാവീദ് പറയുന്നത് ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്ത് നിനക്ക് പ്രസാദവുമില്ല. അപ്പൊ അവിടെ ദൈവം പറയുന്ന ഒരു കാര്യം, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയം, ദൈവത്തിന്റെ ഹനനയാഗം തകർന്നിരിക്കുന്ന മനസ്സ്. അപ്പോ ദൈവത്തിന് യാഗത്തെക്കാളും ഇമ്പോർട്ടൻസ് മനസ്സിന്, ആ അർപ്പിക്കുന്ന വ്യക്തിയുടെ മനസ്സിന്. പക്ഷെ അത് അവൻ അറിഞ്ഞില്ല. നാളുകൾ കഴിഞ്ഞപ്പോ യാഗത്തിന്, യാഗ വസ്തുവിന്, സ്ഥലത്തിന്, യാഗമർപ്പിക്കുന്ന വ്യക്തിയുടെ സ്ഥാനമാനങ്ങൾക്ക് പ്രാധാന്യം വന്നു, മനസ്സിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നവര് മനസാക്ഷിയെ ശുദ്ധീകരിച്ചില്ലേ യാഗവും. മനസ്സിന് മാറ്റമൊന്നുമില്ല, ഇത് ആചാരമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ദൈവം നൽകിയ കാര്യത്തെ അവരൊരു ആചാരമായിട്ട് മാറ്റി. അവിടെയാണ് ആരാധന ദൈവത്തെ മുഷിപ്പിക്കുന്നതായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കാമോ, നിങ്ങളുടെ യാഗം അഥവാ ആരാധന ചടങ്ങാണോ, അല്ല നിങ്ങളുടെ മനസ്സിൽ ദൈവത്തോടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന സ്ഥലമാണോ നിങ്ങളുടെ ആരാധന? പലപ്പോഴും മറ്റു പല കാര്യങ്ങൾക്കുമാണ് പ്രസക്തി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ദൈവം ചെയ്ത കാര്യങ്ങളുടെ ആ ഗൗരവം മനസ്സിലാക്കി കർത്താവിനെ ആരാധിക്കുന്നതിന് പകരം ഞാൻ കർത്താവിന് കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ആരാധിക്കും. ആരാധന എന്ന് പറയുന്നത്, ശരിക്കും ആരാധനയുടെ സ്ഥലം എന്ന് പറയുന്നത്
ദൈവ ദൈവം നമുക്ക് വേണ്ടി നൽകിയതിന് പ്രാപിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറണം. അല്ലെങ്കിൽ ദൈവം ചെയ്തതിനെ ഉന്നതമായി കാണുന്ന ഒരു സ്ഥലമായി മാറണം ആരാധന. നമുക്ക് ആരാധനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നാം ചെയ്തു കൂട്ടുന്ന പുറമേയുള്ള ഒരു കാര്യങ്ങൾക്കുമല്ല പ്രാധാന്യം, പ്രസക്തി മനസ്സിലാണ്. ഹൃദയത്തിലുണ്ടാകുന്ന രൂപാന്തരം, ഹൃദയത്തിലുണ്ടാകുന്ന സമർപ്പണം, അതാണ് ആരാധന. അപ്പൊ ആരാധനയ്ക്ക് ആ വിധത്തിൽ നൽകേണ്ടുന്ന പ്രസക്തി നഷ്ടപ്പെട്ടിട്ട് ഇവിടെ യാഗം അവർക്കൊരു നമുക്കറിയാം, സമൂവേലിന്റെ കാലത്ത്, ഏലി പുരോഹിതന്റെ മക്കള് യാഗപീഠത്തെ തുച്ഛീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യാഗത്തെയും യാഗപീഠത്തെയും എല്ലാം തുച്ഛീകരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് അവരെത്തി. അതുവരെ ആ യാഗം എന്നുള്ള ആ ഒരു സാഹചര്യത്തിന് ഉണ്ടായിരുന്ന പ്രസക്തി നഷ്ടപ്പെടുന്നത് പോലെ ആ കാര്യങ്ങളെ ആക്കി തീർക്കുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യാഗം ഒരിക്കലും വസ്തുക്കളിൽ അധിഷ്ഠിതമായതല്ല, മനസ്സിൽ അധിഷ്ഠിതമായതാണ്. മനസ്സിലുണ്ടാകുന്ന മാറ്റമാണ്. ഞാനതിനെ ഇങ്ങനെ പറഞ്ഞ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുക. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം ഒരു യാഗം ആവശ്യപ്പെടുകയാണ്, ഇസഹാക്കിനെ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കാൻ. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മോറിയാമലയിൽ യാഗമായി തീർന്നത് ഇസഹാക്കല്ല. യഥാർത്ഥത്തിൽ മോറിയാമലയിൽ യാഗമായി തീർന്നത് അബ്രഹാമാണ്. അതായത് അവിടെ വളരെ വ്യക്തമായി പറയുന്ന 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ യാഗം അർപ്പിക്കാനാവും. ആ യാഗത്തിൽ ദൈവത്തിന് ദൂതൻ ഇറങ്ങി തടഞ്ഞു. ഇസഹാക്കിനെ യാഗം അർപ്പിക്കാൻ ദൈവം സമ്മതിച്ചില്ല. ഒരു കോലാടിനെ ദൈവം കരുതിയിരുന്നു. ആ യാഗം അർപ്പിച്ച ശേഷം അവിടെ ദൈവം പറയുന്ന ഒരു കാര്യം, നിന്റെ ഏകജാതനായ മകനെ നീ തരുവാൻ മടിക്കായക കൊണ്ട്. അപ്പൊ അവിടെ യാഗമായി തീർന്നത് ഇസഹാക്കല്ല, യാഗമായി തീർന്നത് അബ്രഹാമാണ്. അപ്പൊ അവിടെ നമുക്ക് കാര്യം, നീ ഒരു കോലാടിനെ തന്നു എന്നല്ല പറയുന്നത്, നിന്റെ മകനെ തരുവാൻ മടിക്കായക. അപ്പൊ അവിടെ ദൈവം പ്രാധാന്യത്തോടെ കാണുന്നത് അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിത്വത്തിനോ, ഇസ്ഹാക്ക് എന്ന് പറയുന്ന വ്യക്തിത്വത്തിനോ, കോലാട് എന്ന് പറയുന്ന മൃഗത്തിനോ അല്ല ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്, അബ്രഹാമിന്റെ മനോഭാവത്തിനോ. അപ്പൊ ഇവിടെ ഈ ജനം, സീനായ് മലയിൽ നിന്ന് കൽപ്പന പ്രാപിച്ച ജനം, ഈ പ്രധാനപ്പെട്ട യാഗത്തിന്റെ ഉദ്ദേശം മറന്നിട്ട്, മനസ്സിലുണ്ടാകുന്ന മാറ്റം മറന്നിട്ട് അവർ ആചാരങ്ങളിലേക്ക് തിരിഞ്ഞു. അപ്പൊ ദൈവത്തിന് പ്രസാദമില്ലാത്ത യാഗമായി മാറി അവരുടെ യാഗങ്ങൾ. അവിടെയാണ് ആരാധന. ആമേൻ. കർത്താവ് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 4:24, ദൈവമാത്മാവാകുന്നു, ദൈവത്തെ നമസ്കരിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പൊ അവിടെ ആരാധന എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, ബഹളമല്ല. ആത്മാവില് ദൈവത്തോടുള്ള യൂണിറ്റിയാണ് ആരാധന. അപ്പൊ ആരാധനയുടെ പ്രസക്തി കർത്താവ് മാറ്റി. കാരണം കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങൾ ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് ഒരു നോക്കിയാൽ പാപം ചെയ്തു വരും. നിങ്ങൾ ഉപവസിക്കുമ്പോ മുഖം വിരൂപമാക്കി ഉപവസിക്കുന്ന പോലെ ടയർഡായിട്ട് നിങ്ങൾ കാണിക്കുന്നതിലല്ല ഉപവാസത്തിന്റെ പ്രസക്തി. രഹസ്യത്തിലെ നിങ്ങളുടെ പ്രാർത്ഥന, രഹസ്യത്തിലുള്ള നിങ്ങളുടെ ദാനധർമ്മം, രഹസ്യത്തിലുള്ള നിങ്ങളുടെ ദൈവത്തോടുള്ള ബന്ധം. അപ്പൊ അവിടെ കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ആരാധനയിൽ നിങ്ങൾ കൊടുക്കേണ്ട പ്രസക്തി ഭക്ഷണം വെടിയുന്നതിനോ പ്രാർത്ഥനയുടെ ദൈർഘ്യത്തിനോ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന വാചകങ്ങൾക്ക് അപ്പുറമായി ദൈവത്തെ പിതാവായി കാണുന്ന മനോഭാവമാണ് ആരാധനയുടെ റൂട്ട്, മനസ്സിലുണ്ടാകുന്ന മാറ്റം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ, ആരാധനയെ പലപ്പോഴും നമ്മൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണാത്തത് കൊണ്ടാണ് ആരാധനയിൽ സംഭവിക്കേണ്ടത് നമുക്ക് സംഭവിക്കാത്തത്. കാരണം നാം ആരാധന എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ നമുക്ക് ദൈവം പ്രസാദിക്കാത്ത, ദൈവത്തിന് പ്രസാദമില്ലാത്ത യാഗം, അങ്ങനെ ദൈവവും ജനവും തമ്മിൽ അകന്നിരിക്കുന്ന കാലഘട്ടങ്ങൾ, ദൈർഘ്യമേറിയ കാലഘട്ടം.
എന്നാൽ ആ കാലഘട്ടത്തിൽ കർത്താവായ യേശു യോഹന്നാനാൽ സ്നാനമേറ്റ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ യോഹന്നാന്റെ അടുക്കൽ സ്നാനമേൽക്കാൻ വന്നവരെ യോഹന്നാൻ വിളിച്ച വാക്ക് സർപ്പസന്തതികൾ എന്ന്. അവരുടെ നടുവിൽ നിന്ന് യേശു സ്നാനമേൽക്കാനായിട്ട് യോഹന്നാന്റെ അടുക്കൽ വന്നപ്പോ യോഹന്നാനാൽ യേശു സ്നാനം സ്വീകരിച്ച് യോർദാനിൽ നിന്ന് കയറിയപ്പോ, അവൻ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ വന്ന് അവന്റെ മേൽ വന്ന് വസിച്ചു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ യാഗത്തെ പ്രസാദിക്കുക, യാഗം. അപ്പൊ അവിടെ ഒന്ന് ചിന്തിച്ചു നോക്ക്, ദൈവം പ്രസാദിക്കണം എന്ത് ചെയ്യണം? ദൈവം പ്രസാദിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. യാഗം അർപ്പിക്കണം, എന്തെങ്കിലും കൊടുക്കണം, ആരാധിക്കണം. യേശു ആരാധിച്ചില്ല. അവിടെ നിന്ന് യേശു ഒരു യാഗം അർപ്പിച്ചില്ല. യേശു അവിടെ ധൂപവർഗ്ഗങ്ങളൊന്നും ചെലുത്തിയില്ല, നേർച്ച കാഴ്ചകൾ ഇട്ടില്ല. പക്ഷെ സ്വർഗത്തിൽ നിന്ന് ശബ്ദം വരുന്നു, ഇവൻ നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്താ പ്രസാദിച്ചത്? പ്രസാദിച്ചതിന് കാരണം യേശു ജഡത്തിൽ മരണം സ്വീകരിച്ചത് കാൽവരിയിൽ വെച്ച. പക്ഷെ ഇവിടെ യോർദാനിൽ വെച്ച് കർത്താവ് ഒരു കാര്യം ചെയ്തു, കംപ്ലീറ്റ്ലി. ആമേൻ. അതുവരെയും യേശുവിനെ അറിയപ്പെട്ടിരുന്ന മറിയുടെ മകനെന്ന, ഇന്നിന്ന വ്യക്തികളുടെ സഹോദരൻ എന്നറിയപ്പെട്ടു, നസ്രേത്തുകാരെന്നറിയപ്പെട്ടു. ആ യേശു അവിടെ വെച്ചൊരു കാര്യം സെപ്പറേറ്റ് ആയി. അവിടെ വെച്ചൊരു കാര്യത്തിൽ സെപ്പറേറ്റ് ആയി. ഇനി യേശു പറഞ്ഞൊരു കാര്യമാണ്, ആരാണ് എന്റെ അമ്മയും അപ്പനും സഹോദരങ്ങളും? ദൈവത്തിന് വചനം കെട്ടി ചെയ്യുന്നവരാണ് എന്റെ സഹോദരങ്ങളും അമ്മയും അപ്പനും. യേശു പറഞ്ഞ വാക്കാം. അപ്പൊ അവിടെ വെച്ച് ആ യോർദാന നദിയിൽ വെച്ച്, യോർദാന്റെ അവിടെ വെച്ച് സ്നാനപ്പെട്ടപ്പോ കർത്താവ് ഒരു തീരുമാനമെടുത്തു. ഇനി തീരുമാനമെടുക്കുന്നില്ല, കർത്താവിലൊരു മാറ്റം ഉണ്ടായി. പൂർണ്ണമായി ആത്മാവിൽ നടത്തപ്പെടുന്നവനായിട്ട് ഒന്നാണ്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 4:18 യേശു പറഞ്ഞത്, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കേണ്ടതിന് കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ യഹോവയുടെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഇനി ആത്മാവിൽ നടത്തപ്പെടുന്ന നിലയിലേക്ക് മാറി. റോമാലേഖനം 8:14 ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവന് ദൈവത്തിന്റെ മക്കൾ. അതായത് ദൈവത്തിന്റെ മക്കളാകുന്ന എപ്പോഴാ? ആത്മാവിൽ നടത്തപ്പെടുന്നു. അതായത് ആത്മാവിൽ നടത്തപ്പെടുന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന മനോഭാവം എന്താണ്? ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള മനോഭാവത്തോടെ നടക്കുന്നവരാണ് ദൈവാത്മാവിൽ നടത്തപ്പെടുന്നത്. അപ്പൊ ഒരു വ്യക്തി ആത്മാവിൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞാൽ പുറമെയുള്ള പ്രകടനങ്ങൾക്ക് അതീവ മനസ്സിനകത്തൊരു ബോധ്യമാണ്, ഞാൻ സ്വർഗസ്ഥനായ പിതാവിന്റെ മകനാണ്. അപ്പൊ യേശുക്രിസ്തു ആ യോർദാനിൽ സ്നാനമേറ്റപ്പോ സംഭവിച്ചൊരു കാര്യം, ആ യോർദാന്റെ കരയ്ക്ക് വെച്ച് കർത്താവ് ആമേൻ ഫിസിക്കലി അല്ല, അകത്ത്, അതായത് ദൈവത്തോട് സമനായിരിക്കെ, ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യനായി ദാസനായി തീരുന്ന ഒരു അവസ്ഥയിലേക്കും യേശു ആയി തീർന്നു. സ്വർഗം പറയുന്നത് ആമേൻ യാഗത്തിൽ പ്രസാദിക്കുന്ന ദൈവം അവിടെ പറയുന്ന ഒരു കാര്യം, രക്തം ചൊരിഞ്ഞപ്പോഴല്ല, ആമേൻ തന്നെ സമർപ്പിച്ചപ്പോൾ കർത്താവ് പറയുക, ഇതിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ ആരാധനകൾ, യാഗങ്ങൾ, അവയ്ക്കെല്ലാം പ്രാധാന്യം ഉണ്ടാകുന്നത് അർപ്പിക്കുന്ന വസ്തുവകകളുടെ വലിപ്പച്ചെറുപ്പമല്ല, അർപ്പിക്കുന്ന വ്യക്തിയുടെ രൂപഭാവത്തിലല്ല, അർപ്പിക്കുന്ന സ്ഥലത്തിന്റെ പ്രാധാന്യത്തിലല്ല, ആമേൻ ഹല്ലേലൂയ, മനോഭാവത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആരാധനയുടെ യഥാർത്ഥ സ്ഥലം ഇരിക്കുന്ന എവിടാന്നറിയാമോ? ഒരുവന്റെ ഉള്ളിൽ ഒരു തിരിച്ചറിവുണ്ടാകണം, ഞാൻ സ്വർഗീയ പിതാവിന്റെ മകനാണെന്നുള്ള ബോധ്യം ഒരാളുടെ അകത്ത് വരുമ്പോ, ആ ബോധ്യം ഒരാളെ തൊട്ട് കഴിയുമ്പോ അവിടെ മുതലാണ് ആരാധന. അതാണ് ആരാധന. ആ ആരാധനയ്ക്ക് പ്രത്യേക സ്ഥലം വേണമെന്നില്ല, അതിന് പ്രത്യേക സമയം വേണമെന്നില്ല. ഓൾവേസ് യു ക്യാൻ വർഷിപ്പ്. എവിടെ വെച്ച് വേണമെങ്കിലും, ഏത് സ്ഥലത്ത് വെച്ച് വേണമെങ്കിലും ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അഥവാ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുന്നു എന്നതിനപ്പുറമാണ്, ഞാൻ കൈയടിക്കുന്നു, പാട്ടുപാടുന്നു എന്നതിനപ്പുറമാണ്, ഹല്ലേലൂയ, ആമേൻ, ഞാൻ ദൈവത്തിന്റെ മകൻ. ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നത് അപ്പന്റെ സാന്നിധ്യത്തിനകത്ത്. ഞാൻ അപ്പന്റെ ചിറകിന്റെ മറവിലാണ്, ഞാൻ അപ്പന്റെ കൂട്ടായ്മയിലാണ്, ഞാൻ അപ്പന്റെ ആ മുഴുവൻ പ്രൊവിഷൻ അനുഭവിക്കുന്നവന്. എന്നോട് പിശാച് പലവട്ടം നുണ പറയും, നീ അടിമയാണ്, നീ പാപിയാണ്, നിന്റെ ജീവിതം ആകെ തകരും, ആകെ പ്രശ്നത്തിലാണ്, നല്ല കാര്യമല്ല, വല്ല നെഗറ്റീവും പിശാച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ നിമിഷവും
എനിക്ക് പറയാൻ സാധിക്കും, ദൈവത്തെ സ്നേഹിക്കുന്ന എനിക്ക് ഒരു തിന്മയും വരത്തില്ല, ഒരു തിന്മയും വരത്തില്ല. പിശാചിട്ട തിന്മയുടെ പദ്ധതി പോലും പൊളിഞ്ഞു മാറിപ്പോകും. എപ്പോഴാണെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ആത്മാവിലെ നടത്തപ്പെടാനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇന്ന് ഹല്ലേലൂയ, നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചന കേൾവിയാൽ നിങ്ങളുടെ അകത്ത് രൂപാന്തരം ഉണ്ടാകട്ടെ. എങ്ങനെയാണെന്നറിയാമോ? ഹല്ലേലൂയ, ആത്മാവിലെ നടത്തപ്പെടുന്നു. അതാണ് ആരാധന, അതാണ് ദൈവം പ്രസാദിക്കുന്ന പോയിന്റ്. അതായത് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, ഞാൻ ദൈവത്തിന്റെ മകനാണ്. എന്റെ ആവശ്യങ്ങൾ ഞാൻ കരഞ്ഞു നിലവിളിച്ചല്ല എന്റെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ബോധ്യത്തിൽ നിൽക്കുമ്പോൾ എന്റെ ആവശ്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായി ദൈവം എനിക്കായി ചെയ്തു തരുമെന്നുള്ള ബോധ്യമാണ് ആരാധനയുടെ അടിസ്ഥാനം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ, അങ്ങനെ കർത്താവിനെ ആരാധിക്കുവാൻ, അങ്ങനെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. കർത്താവെ, പരിശുദ്ധാത്മാവിൽ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകാനായിട്ട്, ആരാധനയില് കർത്താവിലുള്ള തിരിച്ചറിവ്, പിതാവ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അവൻ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്നുവെന്നും ഞങ്ങൾ അവന്റെ മക്കളാണെന്നുള്ള ബോധ്യത്തോടെ തിരിച്ചറിവോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ആത്മാവിനെ നടത്തപ്പെടുന്നവരായിട്ട് ഞങ്ങൾ മാറ്റണമേ. എല്ലാ ഭയങ്ങളും പിശാച് ആമേൻ അവരോട് പറഞ്ഞിട്ടുള്ള കർത്താവ്, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്നെ കണ്ടുപിടിക്കുന്ന ജീവിതത്തിനകത്ത് ഭയത്തോടിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. എവിടുന്നോ കേട്ട പ്രവചനം അല്ലെങ്കിൽ എപ്പോഴും കണ്ട സ്വപ്നം, ചില കാര്യങ്ങൾ മനസ്സിൽ വന്ന ഭയാനകമായ ചിന്തകൾ അങ്ങനെ സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നെങ്കിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ ഭയത്തെ, ആ നെഗറ്റീവായിട്ടുള്ള വിഷൻ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ മുറിച്ചു കളഞ്ഞിട്ട്, ആമേൻ, പിശാചിന്റെ പദ്ധതികൾ നടക്കത്തില്ല, നിനക്ക് ഉരതമുണ്ടാക്കുന്ന ഒരായുധം ഫലിക്കുകയില്ല എന്ന് വചനം പറയുന്ന പോലെ ഒരു തിന്മയും അവരുടെ മേൽ ഫലിക്കാതെ വണ്ണം, അവരുടെ ജീവിതത്തിനകത്ത് ഒരു ദോഷവും വരാതെ വണ്ണം അത്ഭുതകരമായിട്ട് അവരെ മാനിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവെ, അസാധാരണമായ കൃപയെ സൂക്ഷിക്കണം. ഇപ്പോൾ തന്നെ സ്വർഗത്തിലെ അപ്പന്റെ ജീവൻ അവരുടെ കുടുംബജീവിതത്തില്, അവരുടെ ആരോഗ്യത്തില്, അവരുടെ ഇമോഷൻസില്, അവരുടെ സാമ്പത്തിക മേഖലയിൽ, തലമുറകളുടെ മേലെല്ലാം വെളിപ്പെടുമാറാകട്ടെ. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല നന്മകളാലും കർത്താവ് നിറയ്ക്കണം. എല്ലാ മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടി യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്ന സന്തോഷം, ആമേൻ, അത് അനുഭവിക്കുന്നവരായി തീരുക. തുടർന്ന് ഈ ദിവസങ്ങളിലെല്ലാം ഈ ആരാധന എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അടുത്ത എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ മറ്റവർക്കും ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കുവാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ആ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കും. അത് നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.